ഇത്രയും ആളുകളുടെ ഇടയിൽ നിന്ന് ഒരു പന മറിക്കുന്നത് നിസ്സാരമായിട്ടുള്ള ഒരു കാര്യമായിട്ടല്ല ഇവർ കണക്കാക്കുന്നത്. സാഹചര്യവും സന്ദർഭവും എല്ലാം നോക്കണം, എന്നിട്ട് വേണം ഒരു പന മറിക്കാനായിട്ട്. പലയിടത്തുനിന്നും പല പല അനുഭവങ്ങൾ ഉണ്ടാകുന്നതുകൊണ്ട് ആ അനുഭവങ്ങളെല്ലാം ഇവിടെ നിന്നും പ്രതീക്ഷിക്കുന്നുണ്ട്. മനുഷ്യരെ അപേക്ഷിച്ച് മൃഗങ്ങളിൽ ജീവഭയം എപ്പോഴും കൂടെയുണ്ട്. ഏത് സമയത്താണ് ശത്രു ആക്രമിക്കുന്നതെന്ന് നോക്കിയാണ് ഓരോ നിമിഷവും മൃഗങ്ങളുടെ കടന്നുപോകുന്നത്. എല്ലാ മൃഗങ്ങളും പക്ഷികളും തന്നെ തൻ്റെ ഊണിലും ഉറക്കത്തിലെന്ന് വേണേൽ പറയാം അവർ ശത്രുവിനെ പ്രതീക്ഷിക്കുന്നുണ്ട്. ആ ഒരു ജീവഭയം മനുഷ്യനില്ലാത്തതുകൊണ്ടാണ് പ്രതീക്ഷിക്കാതെ ഓരോ അപകടങ്ങളിൽ ചെന്ന് ചാടുന്നത്. ആനകൾക്ക് പന വളരെ ഇഷ്ടമാണ് എന്ന് കരുതി അവർ എല്ലാ പനയും മറിക്കാറില്ല. ചെറിയ പനകളിൽ നിന്നൊക്കെ ഓല ഒടിച്ച് കഴിക്കുന്നല്ലാതെ ചെറിയ പനകളൊന്നും അവർ മറിക്കാറില്ല. ഒരുവിധം മൂപ്പായ പനകളിൽ മാത്രമേ ഇവർ ഇഷ്ടപ്പെടുന്ന ആ ഒരു ചോറുണ്ടാവുള്ളൂ. അതുകൊണ്ട് തന്നെ ചെറിയ പനകളൊക്കെ അവർ മാറ്റി നിർത്തിയിട്ട് അത്യാവശ്യം മൂപ്പായ പനകൾ തേടി മാത്രമേ ഇവർ മറിക്കാറുള്ളൂ. ഇത് പനയുടെ കാര്യത്തിൽ മാത്രമല്ല, കൃഷിസ്ഥലത്ത് കയറുന്ന ആനകളാണേലും ചെറിയ തെങ്ങുകളൊന്നും മറിക്കാറില്ല. കമുകിനാണേലും ആ ഒരു പരിഗണന കിട്ടുന്നുണ്ട്. അവർ തിന്നാൻ ആഗ്രഹിക്കുന്ന സാധനം മൂക്കാത്ത കമുകിനകത്തുണ്ടാവില്ല. ഈ പറയുന്നതൊക്കെ ശരിയാണ്, പക്ഷേ ഈ തെങ്ങും കമുകൊക്കെ എങ്ങനെയാണ് മൂത്തത് എന്ന് ഇവർ തിരിച്ചറിയുന്നത് എന്നൊരു സംശയം കാണും. ഇവരൊരിക്കലും പനയുടെ